പ്രചരണം ഇന്നിപ്പോൾ സൈലൻറ്റ് പ്രചരണം നടത്താം നമുക്ക്. പ്രചരണം ഇന്നലെ 6 മണിക്ക് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇന്നിപ്പോൾ നമുക്ക് പല ആളുകളെ കാണാനും ഒക്കെ ഉണ്ട്. അതിന് പോകാൻ തുടങ്ങാം. പൊതുവേ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമാണുള്ളത്. പ്രചരണം തുടങ്ങിയിട്ട് രാവിലെ ഇത്രയും സമയം ആദ്യമായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നില്ലേ വീട്ടിൽ? അതെ അതെ, അധികമായില്ല. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പടിഞ്ഞാറ്റ് അവിടെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്ന് പോകണം ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ഡലത്തിൽ പല സ്ഥലത്തും പോകാനുണ്ട്. എന്താണ് ഈ ഇത്രയും ദിവസത്തെ പ്രചരണ സമയത്ത് ജയിക്കുമെന്ന് ഉറപ്പായിട്ട് തോന്നിയ ഒരു ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്താണ്? അത് ഒരു 2 വയസ്സായ കുട്ടികൾ മുതൽ 106 വയസ്സ് വരെയുള്ള ആളുകളുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. അതായത് ഇടതുപക്ഷ മുന്നണി വിജയിപ്പിക്കും എന്നുള്ളൊരു വാശി കുട്ടികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടായി. കുട്ടികൾ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, ജയിക്കും, അങ്കിൾ ജയിക്കും, മാമൻ ജയിക്കും, യാതട്ടൻ ജയിക്കും, ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ പറയണതെന്ന് വെച്ചാൽ നമ്മുടെ കാരണന്മാർ പറയും പോലെ പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര ഉറപ്പിച്ചെങ്ങനെയാണ് ജയിക്കുമെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളൊക്കെ സൂപ്പറാക്കി തന്ന ഗവൺമെൻറ് അല്ലേ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ പറയുന്നു, കുട്ടികൾ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കടക്കം അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 106 വയസ്സുള്ള ഒരു ആൾ വന്നിട്ടും പറഞ്ഞു, പെൻഷൻ തരാതെ ഞങ്ങളെ മുഴുവൻ ഗവൺമെൻറ് എതിരാക്കണം എന്നായിരുന്നു അവരുടെയൊക്കെ ആഗ്രഹം, UDFൻ്റെയും BJPയുടെയും. എന്നപ്പോൾ 2-3 മാസത്തെ പെൻഷൻ ഒന്നല്ലോ, അത് മതി. അത് ഞങ്ങൾക്ക് മനസ്സിലായി, ഇല്ലാത്തതുകൊണ്ടായിരുന്നു തരായിരുന്നത്. മനഃപൂർവ്വം നമുക്ക് കിട്ടേണ്ടത് വിഹിതം തരാതെ, പെൻഷൻ തരാതെ ആയിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ഞങ്ങളൊക്കെ മാറും. അത് മാറ്റിക്കുകയായിരുന്നു അവരുടെ ആഗ്രഹം. അത് 2-3 മാസത്തെ ഇപ്പം തന്നില്ല ഈ പ്രയാസത്തിൻ്റെ ഇടയിലും. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഈ ഗവൺമെൻറ്റിനെ വോട്ട് ചെയ്യാം. അനുകൂലമായിട്ടൊന്നുമില്ല, എല്ലാം പോസിറ്റീവാണ്. പ്രതികൂലമായിട്ടൊന്നുമില്ല, എല്ലാം അനുകൂലമാണ്. എല്ലാം അനുകൂലമാണ്. അതായത് മനുഷ്യനും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്ഥിതി ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ചർച്ചയാക്കാൻ മാധ്യമങ്ങൾക്കൊന്നും താല്പര്യമില്ലല്ലോ. മാധ്യമങ്ങൾക്ക് ഇങ്ങനെ വേറെ രീതിയിലാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ 2-3 സർവേ റിപ്പോർട്ടുണ്ട്. ആരെങ്കിലും ചർച്ചയാക്കിയോ? നമ്മുടെ രാജ്യത്ത് അസമത്വം വർദ്ധിക്കുന്നു എന്നുള്ള, അതൊക്കെ മാധ്യമങ്ങളിലൂടെയാണല്ലോ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ലല്ലോ. അതായത് അസമത്വങ്ങൾ വർദ്ധിക്കുക, അത് ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാൾ കൂടുതൽ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതുപോലും വേണ്ടത്ര ചർച്ചയാവുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ സന്തോഷം കുറഞ്ഞു പറഞ്ഞു 126-ാം സ്ഥാനത്താണ്. എന്തുകൊണ്ടാണ് സന്തോഷം കുറയുന്നത് എന്നുള്ള ഒരു ചോദ്യമല്ലേ. പട്ടിണി കിടക്കുന്ന മനുഷ്യന് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അസമാധാനം ഉണ്ടെങ്കിൽ സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. രമ്യ ഹരിദാസുമായിട്ട് ഇന്നലെ സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തോട് തന്നെയാണ് പറയേണ്ടത്. അത് പറയട്ടെ. അവരും പ്രതീക്ഷ വെച്ച് പുലർത്തിട്ടില്ലേ? അവരും മറ്റേ എനിക്കെതിരായിട്ട് മത്സരിക്കുന്നവരൊക്കെ പ്രതീക്ഷ വയ്ക്കുമല്ലോ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇതൊരു പാർട്ടിയുടെ ഒരു കോട്ടയായിരുന്നു ആലത്തൂർ. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ്. MP അത് മന്ത്രി മാറി MP എന്നുള്ള പദവിയിലേക്ക് മാറും. അത് ജനങ്ങളാണ് അവസാനം തീരുമാനിക്കുക. ജനങ്ങൾ തീരുമാനിക്കുന്നത് ജയിപ്പിക്കാൻ തന്നെയായിരിക്കും, ഒരു സംശയമില്ല. ഇത്രയും ദിവസത്തിന് ശേഷം വീട്ടിൽ വന്നപ്പം ഇന്ന് കുറച്ച് സമയം ഇവിടെ ഇരുന്നു. അപ്പം അമ്മയോടൊക്കെ സംസാരിച്ചോ? ഞാനപ്പോൾ നേരത്തെ ആൾക്കാർ വന്നിരുന്നു, അവരെ ഡിസ്പോസ് ചെയ്ത് ഞാൻ കുറച്ച് കുളിക്കാമെന്ന് ചോദിച്ചതാണ്. അപ്പോഴാണ് നിങ്ങൾ വന്നത്. തിരക്ക് തന്നെ ഈ ദിവസം. ഇന്നിപ്പോൾ അതപ്പോൾ പോവാം. ഇപ്പോൾ വടക്കാഞ്ചേരി ആദ്യം മരിച്ചോട് പോകും, അത് കഴിഞ്ഞ് വടക്കാഞ്ചേരി പോകും, അത് കഴിഞ്ഞ് പിന്നെ ചേലക്കരയിൽ കുറച്ച് സ്ഥലമുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വടക്കഞ്ചേരി പോകും. ഈ പല സ്ഥാനാർത്ഥികളുടെയും നമ്മൾ രാവിലെ വീട്ടിൽ പോകുമ്പോഴും അവർ കുടുംബമായിട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെയാണ്. ഒരു കുടുംബത്തോട് കുറച്ച് സമയം ചിലവഴിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പം ഈ ഇത്രയും ദിവസത്തിന് ശേഷം കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല. ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. ഈ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയല്ല. അല്ലെങ്കിൽ പിന്നെ സന്തോഷമുള്ള ദിവസം ഉണ്ടല്ലോ, ഓണം പോലും ഞാൻ വീട്ടിൽ ഉണ്ടാവാറില്ല. അമ്മയ്ക്ക് അത് പരാതിയില്ല? എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. ഞാനങ്ങനെ എല്ലാവരുടെ കൂടെ ഇരുന്ന് പിന്നെ ലാവിഷായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുക. ഞാൻ കാലത്തൊന്നും കഴിക്കാറില്ല. കാലത്തൊരു ചായ കുടിക്കുക, എന്നിട്ട് ഇറങ്ങും. പിന്നെ എവിടുന്നേലും കിട്ടിയാൽ ഒരു ദോശയോ ഒരു ഇഡ്ഡലിയോ കഴിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ
ചിലവഴിക്കില്ല. ഈ അവസാന ദിവസമാണെങ്കിൽ ഒരു വീഡിയോ ഈ എതിർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവർ പുറത്തുവിട്ടേക്കാണ്. അവർ പറയുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിൻ്റെ ഭാഗമായിട്ട് വന്നൊരു വാഹനത്തിൽ നിന്ന് ഒരു ആയുധം എടുത്തു മാറ്റുന്ന ഒരു പ്രവർത്തകൻ. പ്രചരണ വാഹനങ്ങളിലൊന്നും ഇങ്ങനെ ആയുധം കൊണ്ട് നടക്കുന്ന പരിപാടി ഞങ്ങളുടെ ഇല്ല. അത് വേറെ പിന്നെ എന്തെങ്കിലും ആയിരിക്കും. അത് അവർക്ക് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതിട്ടിരിക്കുകയാണ്. ഇത് ആരാന്നറിയാമോ? എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇവിടെ അടുത്തുള്ള ആരൊന്നുമല്ല. എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും ആയുധ പരിശീലനമോ അല്ലെങ്കിൽ ആയുധം കൊണ്ട് നടക്കുന്ന പരിപാടിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്, ബാലറ്റ് യുദ്ധമാണ് നടക്കുന്നത്, അത് ആയുധ യുദ്ധമല്ല. അത് പിന്നെ എന്താണെന്നുള്ളത് അന്വേഷിച്ചോട്ടെ. അപ്പോൾ അവർക്ക് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് എന്തെങ്കിലും വേറെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടാവും. അതായത് ഇതിനെക്കുറിച്ച് നിങ്ങളും പരിശോധിക്കുന്നത് ആരാ എന്താണെന്നൊക്കെ ഉള്ളത് അതൊക്കെ പിന്നെ ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പരിശോധിക്കും, എന്താ സംഭവം എന്നുള്ളത്. എന്താണ് ഇപ്പം വോട്ടെടുപ്പിന് ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താ ഒരു ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ടാകും, എന്താ അതിൻ്റെ ഒരു കണക്കൂട്ടൽ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കണക്കൂട്ടൽ നടത്തിയിട്ടുണ്ടോ? പോളിംഗ് ശതമാനത്തിലുണ്ടോ? അതൊക്കെ പാർട്ടി ചെയ്തിട്ടുണ്ടാവും. ഞാനത് ഇടാറില്ല. പാർട്ടി ആ കാര്യങ്ങളൊക്കെ കാൽക്കുലേഷനൊക്കെ പാർട്ടി നടത്തും. എല്ലാം പാർട്ടി നമ്മളെ നിന്ന് കൊടുക്കുക അത്രേ ഉള്ളൂ. അതൊക്കെ പാർട്ടി ചെയ്തിട്ടുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ പണി പാർട്ടിയുടെയാണ്. പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യം സംയുക്തമായിട്ടാണല്ലോ ചെയ്യുന്നത്. എന്തായാലും ജൂൺ 4 കഴിയുമ്പോൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങി പാർലമെന്റിലേക്ക് പോകുന്നുള്ള വിശ്വാസമാണ്. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അല്ല, ഞാനിതൊന്നും മുൻകൂട്ടി അങ്ങനെ പ്രഡിക്റ്റ്, ഞാൻ പല തെരഞ്ഞെടുപ്പിൽ നിന്നുണ്ട്. അത് ജനങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുക. ജനങ്ങളെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും